എനിക്കെന്റെ യാത്രയും യേശുവത്രേ, സർവശക്തനാമൻ യേശുവത്രേ. ഞാനവൻ കരങ്ങളിൽ സുരക്ഷിതനാ, യേശു മതിയായവൻ. എനിക്കെന്റെ ആശ്രയം യേശുവത്രേ, സർവശക്തനാമൻ യേശുവത്രേ. ഞാനവൻ കരങ്ങളിൽ സുരക്ഷിതനാ, യേശു മതിയായവൻ. യേശു മതി, സ്നേഹം മതി, സന്തോഷം മതി എനിക്ക്. യേശു മതി, ദൈവം മതി, നിത്യജീവൻ മതി എനിക്ക്. യേശു മതി, സ്നേഹം മതി, സന്തോഷം മതി എനിക്ക്. യേശു മതി, ദൈവം മതി, നിത്യജീവൻ മതി എനിക്ക്. ഓരോ മനസ്സും ദൈവശക്തിയാൽ നിറയട്ടെ. Let every mind be filled with the power of God. ഓരോ ശരീരവും ദൈവ സാന്നിധ്യത്തിൽ നിറയട്ടെ. Let every body be filled with the presence of God. ഓരോ മനസ്സും അടങ്ങട്ടെ. Let every mind be calm. ഹൃദയത്തിലെ ഭാരങ്ങൾ വിട്ടുമാറട്ടെ. Let the burdens in the mind be left. നസറായ യേശുവിൻ്റെ സ്വർഗത്തിലും ഭൂമിയിലും നരകത്തിലും അധികാരവും ശക്തിയുമുള്ള നാമത്തിൽ എല്ലാ പിശാചുക്കളെയും ബന്ധിക്കുന്നു, എല്ലാ അശുദ്ധാത്മാക്കളെയും ബന്ധിക്കുന്നു. ഈ അന്ധകാര ലോകത്തിൻ്റെ സകല അധിപന്മാരെയും ബന്ധിക്കുന്നു. സകല അടിമകളും കീഴടങ്ങട്ടെ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സകല ആധിപത്യങ്ങളും കീഴടങ്ങട്ടെ. യേശുവിന്റെ നാമത്തിനെതിരെ നിൽക്കുന്ന മറ്റെല്ലാ നാമങ്ങളും മറ്റെല്ലാ ശക്തികളും കീഴടങ്ങട്ടെ. ലൂക്ക 10:19 വചനത്തിന്റെ ശക്തിയാൽ By the power of the word, Luke 10:19. എല്ലാ പിശാചുക്കളുടെ മേലും Upon every ഈ demon, അന്ധകാര ലോകത്തിന്റെ സകല അധിപന്മാരുടെ മേലും upon all the authorities of this dark യേശുവിന്റെ നാമത്തിന്റെ ശക്തി ഞാൻ ഏറ്റുപറയുന്നു. I confess the power of the name of Jesus Christ. യേശുക്രിസ്തുവിന്റെ നാമത്തിന്റെ അധികാരവും കരുത്തും ഭരണവും ആധിപത്യവും നിയന്ത്രണവും ഈ സമൂഹത്തിന്റെ മേൽ ഉണ്ടാകട്ടെ. May the power, dominion, reign and rule of ഓരോ മനസ്സും സ്വതന്ത്രമാകട്ടെ. Let each mind be free. ഓരോ ശരീരങ്ങളും സ്വതന്ത്രമാകട്ടെ. May each body be free. ഇവരുടെ ശരീരങ്ങളിൽ കുടികൊള്ളുന്ന പാപത്തിന്റെ സകല നിയമങ്ങളും നസറായ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ വിട്ടു മാറട്ടെ. May all the Lord പാപശക്തികൾ കീഴടങ്ങട്ടെ, അടിമകൾ കീഴടങ്ങട്ടെ. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം 26-ാം വചനം. അവിടുന്ന് അവരെ പരീക്ഷിച്ചു. അവിടുന്ന് അരുളി ചെയ്തു, നീ നിന്റെ ദൈവമായ കർത്താവിൻ്റെ സ്വരം ശ്രദ്ധാപൂർവം ശ്രവിക്കുകയും അവിടുത്തെ ദൃഷ്ടിയിൽ ശരിയായത് പ്രവർത്തിക്കുകയും അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുകയും ചട്ടങ്ങൾ പാലിക്കുകയും ചെയ്താൽ ഞാൻ ഈജിപ്തുകാരുടെ മേൽ വരുത്തിയ മഹാമാരികളിൽ ഒന്നും നിന്റെ മേൽ വരുത്തുകയില്ല. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. Book of Exodus chapter 15 verse 26. He said, if you will listen carefully to the voice of the Lord your God and do what is right in his sight and give heed to his commandments and keep all his statutes, I will not bring upon you any of the diseases that I brought upon the Egyptians, for I am the Lord who heals you. നീ നിന്റെ ദൈവമായ കർത്താവിൻ്റെ സ്വരം ശ്രദ്ധാപൂർവം ശ്രവിക്കുകയും അവിടുത്തെ ദൃഷ്ടിയിൽ ശരിയായത് പ്രവർത്തിക്കുകയും അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുകയും ചട്ടങ്ങൾ പാലിക്കുകയും ചെയ്താൽ നിന്റെ മേലൊരു മഹാമാരിയും അവിടുന്ന് വരുത്തുകയില്ല. If you will listen carefully to the voice of the Lord and do what is right and give heed to his commandments and keep all his statutes, he will not bring any diseases upon you. 4 കാര്യങ്ങളാണ് ദൈവമായ കർത്താവ് ആവശ്യപ്പെടുന്നത്. Here the Lord God asks for 4 things. ദൈവമായ കർത്താവിൻ്റെ സ്വരം ശ്രദ്ധാപൂർവം ശ്രവിക്കുക.
Listen to the voice of the Lord your God carefully. ദൈവത്തിന്റെ തിരുമുമ്പിൽ, ദൈവത്തിന്റെ പരിശുദ്ധിയുടെ മുൻപിൽ ശരിയായത് പ്രവർത്തിക്കുക. Do what is right before the holiness of God. ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിക്കുക. Obey the commandments of God. ദൈവത്തിന്റെ ചട്ടങ്ങൾ പാലിക്കുക. Keep his statutes. ഈ 4 കാര്യങ്ങൾ ദൈവസ്വരം ശ്രവിച്ച് അവിടുത്തെ മനസ്സറിഞ്ഞ് അവിടുത്തെ ഹിതം പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ നിന്റെ മേൽ, നിന്റെ കുടുംബത്തിൻ്റെ മേൽ മഹാമാരികളൊന്നും വരികയില്ല. When you do these 4 things, no calamities, no diseases will come upon you or your family. പാപം ഉപേക്ഷിച്ച് യേശുവിലേക്ക് വരുന്ന ഓരോരുത്തർക്കുമുള്ള സുവിശേഷം വാഗ്ദാനം നൽകുന്ന ആദ്യത്തെ അനുഗ്രഹം അതാണ്. This is the first blessing that the gospel promises for everyone who forsake his sins and believe in Jesus. മോശ വഴി ദൈവം തൻ്റെ ജനമായ ഇസ്രായേലിന് നൽകിയ ആദ്യത്തെ കൽപ്പനയാണ് അവിടുത്തെ അനുസരിക്കുക എന്നുള്ളത്. This is the first commandment that God gave through Moses to Israel, that is to obey him. ദൈവത്തെ അനുസരിക്കുക. Obey God. ദൈവത്തെ അനുസരിക്കുന്നത് നമ്മൾ എങ്ങനെ അനുസരിക്കണം? How do we obey God? ദൈവത്തിന്റെ സ്വരം നമ്മൾ ശ്രവിക്കണം. We have to listen to the voice of our God. അത് ശ്രദ്ധാപൂർവം നമ്മൾ ഗ്രഹിക്കണം. We have to understand it carefully. ദൈവത്തിന്റെ കൽപ്പനകളെ കുറിച്ച് നമുക്ക് അറിവുണ്ടായിരിക്കണം. We should have knowledge about the commandments of God. ദൈവത്തിലേക്ക് വരുന്ന വ്യക്തികളുടെ ജീവിതത്തിലുള്ള ചട്ടങ്ങളും നിയമങ്ങളും പാലിക്കുവാൻ തയ്യാറാകണം. We should be ready to keep the statutes and the ordinances that of the people who come to God. ശരിയായി പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തെ ദൈവഹിതപ്രകാരം പരിവർത്തനം ചെയ്തുകൊണ്ട് ദൈവത്തിൻ്റെ വചനം അനുശാസിക്കുന്ന വഴികളിലൂടെ നടന്നാൽ നമ്മുടെ ജീവിതത്തിൽ തകർച്ചകളും രോഗങ്ങളും കണ്ണുനീരും ഉണ്ടാവുകയില്ല. മറിച്ച് ദൈവവചനം വാഗ്ദാനം ചെയ്യുന്ന അനുഗ്രഹങ്ങളും നന്മകളും ഉണ്ടാകും. In other words, if we rectify our lives and follow the word of God, there will be no tears or diseases upon our lives, but rather the blessings which God promises us. പുതിയ നിയമത്തിൽ നമ്മൾ യേശു ക്രിസ്തുവെന്ന രക്ഷകനെ കണ്ടുമുട്ടുമ്പോൾ യേശുവിലൂടെ പിതാവായ ദൈവം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ 2 അനുഗ്രഹങ്ങളാണ് നമ്മുടെ പാപങ്ങളുടെ മോചനവും നമ്മുടെ രോഗങ്ങളുടെ സൗഖ്യവും. In the New Testament, when we meet Jesus Christ the Savior, God the Father promises us 2 great blessings through him. One is atonement for our sins, the other one is healing for our diseases. ആര് യേശുവിലേക്ക് കടന്നു വരുന്നുവോ, Whoever comes to Jesus യേശുവിന്റെ നാമത്തിലുള്ള വിശ്വാസം നിമിത്തം, by his faith in the name of Jesus, നിങ്ങളുടെ പാപങ്ങൾ നിങ്ങൾ ഉപേക്ഷിക്കുവാൻ, തെറ്റുകൾ തിരുത്തുവാൻ, സഹോദരനോട് ക്ഷമിക്കുവാൻ നിങ്ങൾ തയ്യാറായാൽ, if you become ready to forsake your sins and to forgive your brothers, നിങ്ങളുടെ എല്ലാ പാപങ്ങളും നിങ്ങൾ അനുതപിച്ചാൽ, ഹൃദയം നുറുങ്ങി അനുതപിച്ചാൽ ദൈവം നിങ്ങളോട് ക്ഷമിക്കുകയാണ്. God will forgive all your sins if you repent from your heart. ആര് തങ്ങളുടെ ജീവിതത്തിൽ ഹൃദയം ഉരുകി ദൈവസന്നിധിയിലെ പാപങ്ങൾ ഓർത്ത് അനുതപിക്കുന്നുവോ, പാപമോചനവും വിടുതലും ദൈവം നൽകുമ്പോൾ നിങ്ങളുടെ ശരീരത്തിലുള്ള രോഗങ്ങളും കർത്താവ് സുഖപ്പെടുത്തുകയാണ്. Whoever repents before God from his heart over all his sins, God forgives his sins and heals his diseases. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. Hallelujah. അപ്പോൾ നമ്മളിലേക്ക് യേശുവെന്ന രക്ഷകൻ ഏത് ജാതി ജനതയിൽപ്പെട്ട മനുഷ്യരാണെങ്കിലും യേശുവിലേക്ക് കടന്നു വന്ന് യേശുവിൻ്റെ നാമം വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ 2 വലിയ സ്വാതന്ത്ര്യമാണ്, 2 വലിയ സൗഖ്യമാണ് നമുക്ക് നൽകുന്നത്. No matter to which religion or community you belong, when you come to Jesus and believe in him, he gives 2 great blessings, 2 great healings. ആരാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ അനുദപിക്കുന്നുവോ നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുകയാണ്. Whoever it is, if you repent in the name of Jesus, your sins will be forgiven. ആർക്ക് പാപമോചനം ലഭിക്കുന്നുവോ, പാപക്ഷമ ലഭിക്കുന്നുവോ അവരുടെ മേലുള്ള കെട്ടുകൾ, ബന്ധനങ്ങൾ കർത്താവിന്റെ നാമത്തിൽ അഴിഞ്ഞു വീഴുകയാണ്. Who receives redemption and forgiveness for his sins, in the name of the Lord, all the bondages of sins will fall off from his life. വിശുദ്ധ യോഹന്നാന്റെ ലേഖനം, യോഹന്നാൻ ശ്ലീഹ എഴുതിയ ലേഖനം, 1-ാം ലേഖനം 2-ാം അധ്യായം 2-ാം വചനം. First letter of Saint John, chapter 2, verse 2. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയാണ്, നമ്മുടെ മാത്രമല്ല ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക്. And he is the atoning sacrifice for our sins, and not for us only, but also for the sins of the whole world.
ഹല്ലേലൂയ. Hallelujah. നമുക്ക് ഈ വചനം ഒന്ന് ഏറ്റു പറയാം. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയാണ്. നമ്മുടെ മാത്രമല്ല, ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക്. ഹല്ലേലൂയ, ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. Hallelujah. And he is the atoning sacrifice for our sins, and not for us only, but also for the sins of the whole world. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം തിരുവചനം, തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവണ്ണം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. The Gospel of Saint John, chapter 3, verse 16. For God so loved the world that he gave his only Son, so that everyone who believes in him may not perish, but may have eternal life. പിതാവായ ദൈവം സ്വന്തം പുത്രനെ ലോകത്തിന് നൽകിക്കൊണ്ട് എല്ലാ മനുഷ്യരുടെയും സകല പാപങ്ങൾക്കും പരിഹാരമായി സ്വപുത്രനെ പാപപരിഹാര ബലിയായി കാൽവരി കുരിശിൽ വിട്ടുകൊടുത്തു. God the Father sent his only Son to this world as an atoning sacrifice for the sins of all the people in this world. നമ്മളായിരിക്കുന്ന ഈ തലമുറ ആയിരിക്കുന്ന വരും തലമുറകളും കഴിഞ്ഞുപോയ തലമുറകളുമായിരുന്ന പാപത്തിലൂടെ കടന്നു വന്ന അന്ധകാരത്തിൽ നിന്ന് ഈ ലോകത്തെ രക്ഷിക്കുവാൻ ദൈവത്തിൻ്റെ പുത്രനായ യേശു ക്രിസ്തു ലോകത്തിൻ്റെ പ്രകാശമായി സ്വർഗത്തിൽ നിന്നും ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. To save this world from the darkness of the sins that has been committed by the past, present and future generation, the Lord Jesus Christ came into this world as the light of the world. പിതാവായ ദൈവം സ്വന്തം പുത്രനെ കുരിശിൽ ബലിയായി വിട്ടുകൊടുക്കുവാൻ തക്കവണ്ണം എന്നെയും നിങ്ങളെയും അത്രമാത്രം സ്നേഹിച്ചു. God the Father loved both you and me so much that he was ready to give up his Son as a sacrifice on the cross. നമ്മുടെ പിതാക്കന്മാരുടെയും അതിക്രമങ്ങൾക്ക് ക്രിസ്തു പരിഹാരം ചെയ്തു. Jesus atoned for all the transgressions of you and our ancestors. അതുവഴി നമ്മുടെ മേലുണ്ടായിരുന്ന പാപത്തിന്റെയും മരണത്തിന്റെയും നരകത്തിന്റെയും പിശാചിന്റെയും സകല ആധിപത്യങ്ങളെയും സകല അവകാശവാദങ്ങളെയും യേശു ക്രിസ്തു തന്റെ ബലിവഴി കുരിശിലെ ബലിവഴി തകർത്തു കളഞ്ഞു. Likewise, Jesus destroyed all the authority, the dominion of Satan that he has upon us. ഹല്ലേലൂയ, ഹല്ലേലൂയ. Hallelujah. ഇന്ന് ആര് യേശുവിന്റെ നാമം വിശ്വസിക്കുന്നുവോ പാപത്തിനോ മരണത്തിനോ രോഗത്തിനോ ശാപത്തിനോ പിശാചിനോ യേശുവിൽ വിശ്വസിക്കുന്നവന്റെ മേല് യാതൊരു അധികാരവുമില്ലാതെ കുരിശിലെ ബലിവഴി യേശു പാപത്തിൻ്റെയും നാശത്തിൻ്റെയും മരണത്തിൻ്റെയും സകല നിയമങ്ങളെയും സകല ശക്തികളെയും സകല അധികാരങ്ങളെയും സമ്പൂർണമായി തകർത്തു കളഞ്ഞിരിക്കുകയാണ്. Jesus by his sacrifice on the cross has completely destroyed all the powers and authorities of sin, death, hell and Satan. So അവിടുത്തെ പുത്രനായ യേശുവിന്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്ന് നമ്മെ ശുദ്ധീകരിക്കുന്നു. the blood of his Son Jesus Christ cleanses us from all sins. 1 യോഹന്നാൻ 1-ാം അധ്യായം 7-ാമത്തെ വചനം, അവിടുത്തെ പുത്രനായ യേശുവിന്റെ രക്തം എല്ലാ പാപങ്ങളിലും നിന്ന് നമ്മെ ശുദ്ധീകരിക്കുന്നു. 1 John 1:7. This blood of his Son Jesus Christ cleanses us from all sins. ഹല്ലേലൂയ, Hallelujah. യേശുവിന്റെ രക്തം വഴി നമുക്ക് ലഭിക്കുന്ന 2 വലിയ അനുഗ്രഹങ്ങളാണ് പാപത്തിൽ നിന്നുള്ള വിടുതല്, രോഗങ്ങളിൽ നിന്നുള്ള സൗഖ്യം. The 2 great blessings that we receive from the blood of Jesus Christ is deliverance from our sins and healing from our sickness. നമ്മുടെ ഹൃദയത്തിൻ്റെയും ആത്മാവിൻ്റെയും ശരീരത്തിൻ്റെയും എല്ലാ വ്യാധികളെയും സകല രോഗങ്ങളെയും സൗഖ്യപ്പെടുത്തുവാൻ യേശു ശക്തനായ ദൈവമാണ്. Jesus is a mighty God who can heal the sicknesses in all our body, mind and heart. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുകയാണ്, ആര് ദൈവമായ കർത്താവിന്റെ വചനം അനുസരിച്ച് അവിടുത്തെ കൽപ്പനകൾ പാലിച്ച് ചട്ടങ്ങളും നിയമങ്ങളും അനുസരിച്ച് ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ശരിയായത് പ്രവർത്തിക്കുന്നുവോ അവരുടെ മേൽ മഹാമാരികളൊന്നും ഞാൻ വരുത്തുകയില്ല. The word of God says that those who listen to the voice of the Lord, do what is right in his sight, obey his commandments and statutes, no sicknesses will come upon them. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലുള്ള രോഗങ്ങളും ശരീരത്തിലുള്ള തകർച്ചകള്, കുടുംബ തകർച്ചകള്, കടബാധ്യതകള്, നിങ്ങളുടെ ജീവിതത്തിലെ നിരവധിയായ പ്രതിസന്ധികള്, പ്രതികൂലങ്ങള്, എത്രയേറെ പ്രാർത്ഥിച്ചിട്ടും നിങ്ങൾക്ക് ഉത്തരം കിട്ടാത്ത, നിങ്ങൾ എത്രയേറെ ഉപവസിച്ചിട്ടും അനേകം ആളുകളുടെ കൈവെപ്പ് സ്വീകരിച്ചിട്ടും
നിനക്ക് ഉത്തരം കിട്ടാത്ത എല്ലാ ജീവിത പ്രതിസന്ധിക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അവിടുത്തെ അഭിഷേകത്തിലൂടെ നിനക്ക് ഉത്തരമുണ്ട്. You have an answer for all your troubles and your problems, your debts, everything for whichever you have prayed and you have not received any answer. You have an answer for that in Jesus and in His anointing. അനേക വർഷങ്ങൾ പ്രവാചകന്മാര് ഇസ്രായേൽ ജനത കാത്തിരുന്ന വാഗ്ദാനം ചെയ്യപ്പെട്ട രക്ഷകനാണ് കർത്താവായ യേശു ക്രിസ്തു. Jesus Christ is the Savior who has been waited upon by many prophets and people in Israel. ആ രക്ഷകനെ ലോകത്തിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം തിരഞ്ഞെടുത്തത് പരിശുദ്ധ മറിയത്തെയാണ്. It was Mother Mary whom God chose to bring that Savior into this world. രക്ഷകന്റെ വരവിന് വഴിയും വാതിലുമായി തീർന്ന പരിശുദ്ധ കന്യകാമറിയം, Holy Virgin Mary who became the door and way to the coming of the Savior. പരിശുദ്ധ കന്യകാമറിയത്തെ തിരുസഭ വാഴ്ത്തുകയാണ്. അവിടുന്ന് മാലാഖമാരുടെ റാണിയാണ്. The Catholic Church praises Mother Mary, saying that she is the Queen of Angels. വീണ്ടും പറയുന്നു സ്വർഗത്തിന്റെ രാജ്ഞിയാണ്. Again it says she is the Queen of Heaven. വീണ്ടും പരിശുദ്ധ മറിയത്തെ കുറിച്ച് പറയുകയാണ്, നാരകീയ ശക്തികൾക്കെതിരെ യേശു ക്രിസ്തുവിന്റെ നാമം കഴിഞ്ഞാൽ അതിശക്തമായ പരിചയമാണ് പരിശുദ്ധ മറിയത്തിന്റെ നാമം. ഹല്ലേലൂയ. Again it says that the name of Mother Mary is a shield against the power of hell after the name of Jesus Christ. ആകാശത്തിന്റെ കീഴെ യേശുവിന്റെ നാമം കഴിഞ്ഞാൽ നാരകീയ ശക്തിയുടെ മേൽ ശക്തിയും അധികാരവുമുള്ള നാമം പരിശുദ്ധ കന്യകാമറിയത്തിന്റെ നാമമാണ്. The name of Mother Mary is a name that has authority and power over all the forces in hell under heaven after the name of Jesus Christ. ബാറൂക്കിന്റെ പുസ്തകം 3-ാം അധ്യായം 35 മുതലുള്ള വചനങ്ങൾ. Book of Baruch chapter 3 verse 35 onwards. അവിടുന്നാണ് നമ്മുടെ ദൈവം, അവിടുത്തോട് തുലനം ചെയ്യാൻ ഒന്നുമില്ല. അവിടുന്ന് അറിവിലേക്കുള്ള എല്ലാ വഴികളും കണ്ടെത്തി അവളെ തന്റെ ദാസനായ യാക്കോബിന് താൻ സ്നേഹിച്ച ഇസ്രായേലിന് കൊടുത്തു. This is our God, no other can be compared to him. He found the whole way to knowledge and gave her to his servant Jacob. അനന്തരം അവൾ ഭൂമിയിൽ പ്രത്യക്ഷപ്പെടുകയും മനുഷ്യരുടെ ഇടയിൽ വസിക്കുകയും ചെയ്തു. Afterwards she appeared on earth and lived with humankind. ഇവിടെ വചനം പറയുകയാണ്, അവിടുന്ന് അറിവിലേക്കുള്ള എല്ലാ വഴികളും കണ്ടെത്തി അവളെ തന്റെ ദാസനായ യാക്കോബിന് താൻ സ്നേഹിച്ച ഇസ്രായേലിന് കൊടുത്തു. Here the word says that he found the whole way to knowledge and gave her to his servant Jacob and to Israel whom he loved. യാക്കോബിന് ഇസ്രായേലിന് താൻ സ്നേഹിച്ച ജ്ഞാനത്തെ ദൈവം കൊടുത്തു കഴിഞ്ഞപ്പോൾ അടുത്ത വചനം ബാറൂക്ക് 3:37 അനന്തരം അവൾ ഭൂമിയിൽ പ്രത്യക്ഷപ്പെടുകയും മനുഷ്യരുടെ ഇടയിൽ വസിക്കുകയും ചെയ്തു. When God gave the wisdom whom he loved to Jacob and to Israel, the verse 37 says, afterwards she appeared on earth and lived with humankind. പിതാവായ ദൈവം സമയത്തിന്റെ പൂർണ്ണതയിൽ യാക്കോബിനെ ഏൽപ്പിച്ച ഇസ്രായേലിൽ അവകാശം സ്വീകരിക്കുവാൻ നിയോഗിച്ച ദൈവത്തിന്റെ ജ്ഞാനമാണ് മാംസം ധരിക്കപ്പെട്ട പരിശുദ്ധ കന്യകാമറിയമായി ഭൂമിയിൽ രക്ഷകന്റെ അമ്മയായി ഇറങ്ങി വന്നത്. ഹല്ലേലൂയ. Holy Virgin Mary is the wisdom incarnate who came to earth at the fullness of time in Jacob and took an inheritance in Israel. ദൈവത്തിന്റെ അറിവ്, ദൈവത്തിന്റെ ജ്ഞാനം, ദൈവം തന്റെ അറിവിനെ, ജ്ഞാനത്തെ ലോകത്തിലേക്ക് അയച്ചു. God sent his knowledge and wisdom to this world. ആദ്യ മനുഷ്യൻ ഒരു തെറ്റ് ചെയ്തു, അവൻ ദൈവത്തെ അനുസരിച്ചില്ല. The first man committed a sin, he didn't obey God. ഒന്നാമത്തെ കൽപ്പനയായിരുന്നു ദൈവം ആദത്തിന് കൊടുത്ത കൽപ്പന, അറിവിന്റെ വൃക്ഷത്തിൽ നിന്ന് നീ ഭക്ഷിക്കരുത്. The first commandment that God gave to Adam was, do not eat of the fruit from the knowledge of tree. ഒരൊറ്റ കൽപ്പനയാണ്, അറിവിന്റെ വൃക്ഷത്തിൽ നിന്ന് നീ ഭക്ഷിക്കരുത്. It was only one commandment, you shall not eat from the tree of knowledge. പക്ഷെ ആദ്യ മനുഷ്യൻ ദൈവത്തിനെതിരെ പാപം ചെയ്തു. But the first man sinned against God. പിന്നീട് അങ്ങോട്ടുള്ള സകല ജാതി ജനപദങ്ങളും അന്ധകാരത്തിൽ ആണ്ടുവാം. After that all the nations and tribes were immersed in darkness. ചുരുക്കം ചില കാലങ്ങളിൽ, ചില തലമുറകളിൽ ഉണ്ടായിട്ടുള്ള പ്രവാചകന്മാരൊഴികെ ദൈവത്തിന്റെ ചൈതന്യം പിന്നീട് മനുഷ്യരിൽ നിലനിന്നില്ല. Except few prophets and people of God, the spirit of God didn't abide in man. എന്നാൽ ദൈവം അബ്രാഹത്തെ വിളിച്ചുകൊണ്ട് ഒരു പുതിയ വഴി, ഒരു പ്രകാശത്തിന്റെ വഴി ഭൂമിയിലേക്ക് ഒരുക്കുവാൻ ആരംഭിച്ചു. But God called Abraham and started to prepare a way of light in this world. അബ്രാഹത്തിന് തന്റെ വാർദ്ധക്യത്തിൽ ദൈവം ഒരു സന്തതിയെ നൽകി. God gave a heir to Abraham during his old age. അവന്റെ 100-ാമത്തെ വയസ്സിൽ ജനിച്ച പുത്രൻ ഇസ്ഹാക്ക്
Isaac, who was born to him at the age of 100. അബ്രാഹത്തോട് ദൈവം ഒരു വാഗ്ദാനം ചെയ്തു, ഒരു ഉടമ്പടി ചെയ്തു, നിന്റെ സന്തതിയിലൂടെ ലോകം മുഴുവനും അനുഗ്രഹീതനായി തീരും. God made a promise to Abraham, through your offspring the entire world will be blessed. അബ്രാഹത്തിന് കൊടുത്ത അനുഗ്രഹം, അബ്രാഹത്തോട് ദൈവം ചെയ്ത ഉടമ്പടി, അബ്രാഹത്തിന്റെ വാർദ്ധക്യത്തിൽ ജനിച്ച പുത്രനായ ഇസ്ഹാക്കിനോട് ദൈവം വീണ്ടും ഉറപ്പിച്ചു. The promise and covenant that God made with Abraham at his age of 100, he again re-established it with his son Isaac. ദൈവം ഇസ്ഹാക്കിനോട് പറഞ്ഞു, നിന്റെ പിതാവായ അബ്രാഹത്തിന്റെ ദൈവമാണ് ഞാൻ. നിന്റെ പിതാവിനോട് ഞാൻ വാഗ്ദാനം ചെയ്തതുപോലെ നിന്നിലൂടെ ഒരു സന്തതി പരമ്പരയെ ഞാൻ രൂപപ്പെടുത്തും. God said to Isaac, I am the God of your father Abraham, and as I said him, I will make a nation out of you and will bless your offspring. ഇസ്ഹാക്കിന് ദൈവം അനുഗ്രഹീതനായ ഒരു പുത്രനെ നൽകി, യാക്കോബിനെ ദൈവം തിരഞ്ഞെടുത്തു. God gave Isaac a blessed son and he chose Jacob. യാക്കോബ് അനുഗ്രഹീതനായിരുന്നു. Jacob was blessed. അവൻ അറിവുള്ളവനായിരുന്നു. He was a man with knowledge. അവൻ ദൈവത്തോട് അനുഗ്രഹം പിടിച്ചു വാങ്ങിച്ചു. He took the blessings from God. ദൈവം യാക്കോബിന് ഒരു പുതിയ നാമം നൽകി, നിന്റെ നാമം ഇസ്രായേൽ എന്ന് അറിയപ്പെടും. God gave a new name to Jacob. You will be known as Israel. ദൈവം ഒരു പുതിയ ജനതയെ അവിടെ രൂപപ്പെടുത്തി എടുക്കുകയാണ്. God formed a new nation there. ഇസ്രായേൽ 12 ഗോത്രങ്ങളായി രൂപപ്പെട്ടു. Israel formed as 12 tribes. ദൈവം അബ്രാഹത്തോട് ചെയ്ത ഉടമ്പടിയും വാഗ്ദാനവും ദൈവം കാലാകാലങ്ങളിൽ ഇസ്രായേൽ ജനത്തോട് പുലർത്തി പോന്നു. God kept his promise and covenant with the people of Israel that he made to Abraham. ദൈവമായ കർത്താവ് അബ്രാഹത്തിന്റെ പുത്രൻ ഇസ്ഹാക്കിന്റെ പുത്രൻ യാക്കോബിന് ഒരു ദർശനം കാണിച്ചു കൊടുക്കുകയാണ്. ഒരു രാത്രി സ്വപ്നത്തിൽ അവന്റെ മുമ്പിൽ സ്വർഗം തുറക്കപ്പെട്ടു. God shows a dream to Jacob, who was a son of Isaac and Abraham. In his dream, heaven was opened. അവൻ ഒരു സ്വപ്നം കാണുകയാണ്. സ്വർഗം തുറന്നിരിക്കുന്നതും സ്വർഗത്തിൽ നിന്നും ഒരു ഗോവണി ഭൂമിയിലേക്ക് ഇറങ്ങി അതിന്റെ അഗ്രം ഭൂമിയിൽ മുട്ടുന്നതും ദൈവദൂതന്മാര് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുകയും കയറുകയും ചെയ്യുന്നത് ഒരു രാത്രി സ്വപ്നത്തിലെ ദൈവം യാക്കോബിന് വെളിപ്പെടുത്തി കൊടുത്തു. Jacob sees a dream where the heaven is open and a ladder is come upon earth, and it touches the heaven and earth, and angels are ascending and descending upon this ladder. യാക്കോബ് സ്ഥലത്ത് വെച്ച് ദൈവത്തോട് ഒരു ഉടമ്പടി ചെയ്തു, ദൈവമേ അവിടുന്ന് എൻ്റെ പിതാക്കന്മാരുടെ ദൈവമായ അവിടുന്ന് എൻ്റെ ദൈവമായിരിക്കും. There Jacob made a covenant with God. Lord, you will be my God. അവൻ ദൈവത്തോട് ഒരു ഉടമ്പടി ചെയ്തു, അവൻ ദൈവത്തെ ആരാധിച്ചു. He made a covenant with God and he adored God. ദൈവം യാക്കോബിന് അറിവിന്റെ വഴികൾ വെളിപ്പെടുത്തി കൊടുത്തു. God revealed the way of knowledge to Jacob. ദൈവം യാക്കോബിന് അറിവ് നൽകി. God gave knowledge to Jacob. യാക്കോബ് അനുഗ്രഹീതനായി തീർന്നു. Jacob became blessed. അവൻ പോയിടത്തെല്ലാം ദൈവമായ കർത്താവ് അവനോട് കൂടെ ഉണ്ടായിരുന്നു. Wherever he went, the Lord God was with him. അവന്റെ എല്ലാ പ്രവൃത്തികളിലും ദൈവമായ കർത്താവ് അവനെ അനുഗ്രഹിച്ചു. In all his taking up, God blessed him. കാരണം അവന് അറിവുണ്ടായിരുന്നു. Because he had knowledge. ദൈവത്തിന്റെ അറിവ് അവനോട് കൂടെ ഉണ്ടായിരുന്നു. The knowledge of the Lord was with him. ദൈവത്തിന്റെ രക്ഷാകരമായ പദ്ധതിയുടെ ആരംഭം ദൈവം അവിടെ കുറിക്കുകയാണ്. God started the plan of his redemption there. ആദിപിതാവായ ആദത്തിന് ദൈവം കൊടുത്ത കൽപ്പന, നീ അറിവിന്റെ വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിക്കരുത്. The first commandment that God gave to Adam, you shall not eat of the tree of knowledge. എന്നാൽ ദൈവം സമയത്തിന്റെ പൂർണ്ണതയിൽ ദൈവത്തിന്റെ അറിവിനെ, ജ്ഞാനത്തെ ലോകത്തിലേക്ക് അയച്ചുകൊണ്ട് തൻ്റെ സ്വന്തം ജനമായ ഇസ്രായേലിന് യാക്കോബിന് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. അവിടുന്ന് ജ്ഞാനത്തോട് പറയുകയാണ്, നിന്റെ അവകാശം ഇസ്രായേലിൽ സ്വീകരിക്കുക, യാക്കോബിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ദേശത്ത് നിന്റെ വാസം നീ ഉറപ്പിക്കുക. But at the fullness of time, God sends his wisdom to Jacob, upon Jacob, and says to wisdom, take up your inheritance in Jacob. അവിടുന്ന് അറിവിലേക്കുള്ള എല്ലാ വഴികളും കണ്ടെത്തി അവളെ തന്റെ ദാസനായ യാക്കോബിന് താൻ സ്നേഹിച്ച് ഇസ്രായേലിന് കൊടുത്തു. He found all the way to knowledge and gave her to his servant Jacob. അനന്തരം അവൾ ഭൂമിയിൽ പ്രത്യക്ഷപ്പെടുകയും മനുഷ്യരുടെ ഇടയിൽ വസിക്കുകയും ചെയ്തു. Afterwards she appeared on earth and lived with humankind. ദൈവകൽപ്പനകളുടെ പുസ്തകവും ശാശ്വതമായ നിയമവും അവളാണ്. She is the book of the commandments of God. The Lord അവളോട് that ചേർന്ന് endures നിൽക്കുന്നവൻ ജീവിക്കും. forever. All who hold her fast will live. അവളോട് ചേർന്ന് നിൽക്കുന്നവൻ ജീവിക്കും. All who hold her fast will live. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. Hallelujah. അടുത്ത വചനം പറയുകയാണ്, യാക്കോബേ മടങ്ങി വന്ന് അവളെ സ്വീകരിക്കുക, അവളുടെ പ്രകാശത്തിന്റെ പ്രഭയിലേക്ക് നടക്കുക. Next verse says, turn, O Jacob, and take her,
walk toward the shining of her light. ദൈവകൽപ്പനകളുടെ പുസ്തകവും ശാശ്വതമായ നിയമവും പരിശുദ്ധ കന്യകാമറിയമാണ്. Mother Mary is the book of the commandments of God and the law that endures forever. അവളെ സ്നേഹിക്കുന്നവൻ പരിശുദ്ധനായവനെ സേവിക്കുന്നു. Those who love her serve the Holy One. ആര് പരിശുദ്ധ മറിയത്തെ സേവിക്കുന്നുവോ, ആര് പരിശുദ്ധ മറിയത്തെ സ്നേഹിക്കുന്നുവോ, അവർ സ്നേഹിക്കുന്നത് പരിശുദ്ധനായ ദൈവത്തെ തന്നെയാണ്. Those who love and serve Mother Mary, they love the Holy One.